ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ടെമു ഹോളാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം തന്നെ ഹസ്ബൻഡ് സെലക്ട് ചെയ്തിട്ടുള്ള സംഗതികളാണ്. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ജ്വല്ലറീസ് മാത്രമാണ് കാണിക്കുന്നുള്ളൂ. അല്ലാതെ ആൾ കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് മൊബൈൽ കവർ, പിന്നെ പാസ്പോർട്ട് കവർ, പിന്നെന്താണ് ഇയർബഡ്, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ആൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. എനിക്ക് ആൾ വാങ്ങി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഇയറിങ്സും അതുപോലെ തന്നെ നെക്ക് ചെയിനും അങ്ങനത്തെ സംഗതികളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ടെമു എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ഇന്ത്യയിൽ അവൈലബിൾ അല്ല, ഇന്ത്യക്ക് പുറത്ത് അവൈലബിൾ ആയിരിക്കും. ഞാൻ ഖത്തറിലാണ്. ഇവിടേക്ക് അതിൻ്റെ ഡെലിവറിക്ക് ഉണ്ട് കേട്ടോ. ഡെലിവറി അത്യാവശ്യം ഫാസ്റ്റാണ്. ഒരു 5 ദിവസം 7 ദിവസം കണ്ടൊക്കെയാണ് എടുക്കുന്നത്. കറക്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ എന്തായാലും ആളോട് ചോദിച്ചിട്ട് സ്ക്രീനിൽ എവിടെയും കൊടുക്കാം എത്ര ദിവസം ഡെലിവറി എടുക്കുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമുക്ക് പ്രോഡക്റ്റ്സ് ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇയറിങ്സ് കാണിച്ചു തരാം കേട്ടോ. എനിക്കിതുപോലെ ജ്വല്ലറീസിൽ ഏറ്റവും ഇഷ്ടം ഇയറിങ്സ് ആണ്. ഇപ്പോൾ ഗോൾഡിൻ്റെ നോക്കുകയാണെങ്കിൽ എനിക്ക് ഫിംഗർ റിങ്സ് ആണ് കേട്ടോ ഇഷ്ടം. ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും ഗോൾഡിൻ്റെ ആ ഒരു സംഭവം മാത്രമേ ഞാൻ ഗോൾഡിൻ്റെ ഇടാറുള്ളൂ. പിന്നെ സെക്കൻഡ് സ്റ്റോട്ടും ഗോൾഡിൻ്റെ ഇടാറുണ്ട്, അല്ലാതെ വേറെ ഒന്നും ഇടാറില്ല. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ സംഭവങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇയറിങ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിങ് വരുന്നത് ഇതാണ് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ക്ലിയർ ഉണ്ടാവില്ല. ഞാൻ എന്തായാലും സൈഡിൽ ഇതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഇങ്ങനെ വെർട്ടിക്കലി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ റിംഗ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. മെയിനായിട്ട് ഇവിടെ സൺലൈറ്റ് കിട്ടില്ല. ഈ ഒരു നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന വീടിന് സൺലൈറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ലൈറ്റും അതുപോലെ തന്നെ നമ്മുടെ റിംഗ് ലൈറ്റും മാത്രമാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആയിരിക്കും ചിലപ്പോൾ ഇതിനകത്തൊരു ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് തോന്നുന്നത്. കാണിക്കുന്ന സാധനങ്ങൾ ചിലപ്പോൾ ക്ലിയർ അല്ലാത്തത് അതുകൊണ്ടായിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ മൊത്തത്തിൽ ഡ്രസ്സും വൈറ്റ്, ബാക്ക്ഗ്രൗണ്ടും വൈറ്റ്, അതിൻ്റെ ലൈറ്റിങ്ങിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ഫസ്റ്റ് പർച്ചേസ്. ഞാൻ സൈഡിൽ വീഡിയോ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് മനസ്സിലാവും. 3.18 റിയാലാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. വലിയ റേറ്റ് ഒന്നുമില്ല, ഭയങ്കര അഫോർഡബിൾ ആണ്. ഒരു 70 രൂപയ്ക്കൊക്കെ ആണ് ഈ ഒരു സംഭവത്തിൻ്റെ റേറ്റ് വരുന്നത്. രൂപയിൽ നോക്കുകയാണെങ്കിൽ റിയാലാണെങ്കിൽ 3.18 റിയാൽ കേട്ടോ. 4.8 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. ഇത് എന്താണ് എലഗൻറ്റ് ബോഹോ ചിക്ക് പേൾ ടാസിൽ ഇയറിങ്സ് വിത്ത് 925 സിൽവറി പോസ്റ്റ്സ് സിങ്ക് അലോയ് പെർഫെക്റ്റ് ഫോർ എവറി ഡേ ആൻഡ് പാർട്ടി വെയർ. 9.9K ആൾക്കാരിത് വാങ്ങി ഇട്ടുണ്ട് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. അടുത്തത് വീണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഇയറിങ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് സംഭവം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊറിയൻ ഇയറിങ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ കാണാറില്ലേ, അങ്ങനത്തെ സംഭവങ്ങളാണ് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാതും അറിയാലോ, ചൈനീസ് ആപ്പാണ്. നമ്മൾ പണ്ട് ഷീനിലും ക്ലബ് ഫാക്ടറി ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് കാണുന്ന ഭയങ്കര ക്യൂട്ടായിട്ടുള്ള എന്നാൽ ഭയങ്കര എലഗൻറ്റുമാണ് അങ്ങനത്തെ ടൈപ്പ് ഇയറിങ്സ് ആണ് കേട്ടോ. ഇതിനകത്ത് ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത്. കുറച്ച് സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട്. ഭയങ്കര കുട്ടി ഇയറിങ്സ് ആണ്, എന്നാൽ കാണാനായിട്ട് നല്ല ക്യൂട്ടാണ്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ 3.18 റിയാലാണ് ഇതിൻ്റെ റേറ്റ് കണ്ടോ. പിന്നെ ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. എല്ലാ സംഭവങ്ങളും നമുക്ക് ഇങ്ങനെ പല പല കുട്ടി ഇതുപോലത്തെ സിപ്ലോ പാക്കറ്റ് സംഭവങ്ങളിൽ ഇട്ടിട്ടാണ് നമുക്ക് കിട്ടുന്നത്. നല്ല സേഫായിട്ട് സെക്യൂർ ആയിട്ടാണ് എല്ലാം നമുക്ക് ഡെലിവേർഡ് ആവുന്നത് കേട്ടോ. ഞാൻ ആദ്യം ഇയറിങ്സ് കാണിച്ച് പോകാം കേട്ടോ. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ജ്വല്ലറീസ് കാണാം. അടുത്തത് ഈ ഒരു ഇയറിങ്സ് ആണ്. ഇത് ഒരു സ്റ്റോണിൻ്റെ ഒക്കെ സ്റ്റഡ് വന്നിട്ട് താഴത്തോട്ട് ഒരു ഹാങ്ങിങ് വരുന്നൊരു ടൈപ്പാണ് കേട്ടോ. ഒരു പേളിൻ്റെ ഹാങ്ങിങ് ആണ് വരുന്നത്. പക്ഷെ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയാണ് ഇതിനൊക്കെ. ഞാൻ ഇപ്പോൾ നേരത്തെ കാണിച്ച കമ്മലുണ്ടല്ലോ, അത് ഞാൻ വന്നപ്പോൾ തന്നെ ഇട്ടിട്ട് ഒരു 3-4 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനത് പുറത്താണ് വെച്ചിരുന്നത്. ജസ്റ്റ് അലമാരിയിൽ വെറുതെ വെച്ചേക്കായിരുന്നു. ഇപ്പോൾ 1 മാസമൊക്കെ ആയി. ഇതുവരെ അതിൻ്റെ ഷെയ്ഡിനൊന്നും സംഭവിച്ചില്ല. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഉള്ള കാര്യമാണ് കേട്ടോ പറയുന്നത്. എന്തായാലും ഇത് അപ്ലോഡ് ആവാൻ കുറച്ചധികം ടൈം എടുക്കും. കാരണം ഞാൻ നാട്ടിൽ നിന്ന് ഓൾറെഡി കുറച്ചധികം വീഡിയോസ് ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാം അത് ഹോൾ വീഡിയോസാണ് കേട്ടോ. മീഷോ, മിന്ത്ര അങ്ങനെ ഉള്ള വെബ്സൈറ്റിൻ്റെയൊക്കെ ഹോൾ വീഡിയോസാണ് നാട്ടിൽ നിന്ന് ഷൂട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നായിട്ടൊക്കെ ഇപ്പോൾ അപ്ലോഡ് ആവുന്നുണ്ടാവും. എന്തായാലും ഇതായിരുന്നു നമ്മുടെ അടുത്തൊരു പർച്ചേസ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 4.70 റിയാലാണ് കേട്ടോ. ഇതും ഗോൾഡൻ ഷെയ്ഡാണ് വരുന്നത് മൊത്തത്തിൽ. പിന്നെ സ്റ്റോൺസ് വരുന്നുണ്ട്. താഴെ ഈ ഒരു ഹാങ്ങിങ്ങിൽ പേളാണ് വരുന്നത് കേട്ടോ. കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഒരു ഹൂപ്പ് ഇയറിങ്സ് ആണ് കേട്ടോ. കണ്ടോ, ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത്. ഭയങ്കര കുഞ്ഞു ഹൂപ്പാണ് കേട്ടോ. ഒട്ടും തന്നെ വലിപ്പമില്ല. പക്ഷെ ഇങ്ങനെ വീതിക്ക് കുറച്ച് വീതിയുള്ള ടൈപ്പ് ഒരു ഹൂപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് ഗോൾഡൻ ഷെയ്ഡിൽ കുറച്ച് ഒരു തരം എന്താ പറയുക, ഒരു ടെക്സ്ചർ പോലത്തെ സംഭവം വരുന്ന ഒരു ഹൂപ്പാണ് കേട്ടോ. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതുപോലെ ക്ലോസ് ചെയ്യാം.
നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഈ ഒരു കുഞ്ഞു കമ്മലിന് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, വെയിറ്റ് ഉണ്ട്, അങ്ങനത്തെ ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു കമ്മലാണ് കേട്ടോ. ഈ കാണിക്കുന്നത് എല്ലാ ഐറ്റംസും തന്നെ നല്ല ക്വാളിറ്റിയാണ്, നല്ല ഗ്യാരണ്ടി ക്വാളിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഭയങ്കരമായിട്ട് ഇവരുടെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടു കേട്ടോ. നോക്കി വാങ്ങിക്കണം, പൊട്ട ഐറ്റംസ് ഉണ്ടാവും. നമുക്ക് ഇത്രയും അഫോർഡബിൾ ആയിട്ട് കിട്ടുന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാവും. നമ്മൾ വാങ്ങിക്കുമ്പോൾ റിവ്യൂസും റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 3.78 റിയാലാണ് കേട്ടോ. അപ്പോൾ എല്ലാം തന്നെ ഒരു 100 രൂപയിൽ താഴെയായിട്ടായിരിക്കും ഈ കമ്പനികളിലൊക്കെ റേറ്റ് വരുന്നത്. കുറേ ഹൂപ്പ് ഇയറിങ്സ് വരുന്ന ഒരു സെറ്റാണ് അടുത്ത പ്രൊഡക്റ്റ് വരുന്നത്. ഈ ഒരു സെറ്റ് തന്നെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളിടാനുള്ള കമ്പനികളുണ്ട്. ഇതാണ് ഫസ്റ്റ് സെറ്റ് വരുന്നത്. അടുത്തതാ ഇതാണ് കേട്ടോ. അടുത്തത് ഇത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെറ്റിലേക്ക് പോകാം. ഇതിന് ചിലതൊക്കെ അതിൽ ഓൾറെഡി ഉണ്ട് കേട്ടോ. പക്ഷേ ചേട്ടന് ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ കുറേ കമ്മലുണ്ടല്ലോ, അപ്പോൾ ആളത് അങ്ങനെ വിചാരിച്ച് ഓർഡർ ചെയ്തതായിരിക്കും. പക്ഷേ ആൾക്ക് ഇങ്ങനത്തെ ഹൂപ്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് ഹൂപ്സ്. പക്ഷേ ഇതിൻ്റെ ചിലത് എല്ലാമല്ല, ചിലതൊക്കെ എൻ്റെ ഓൾറെഡി ഉണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ മീഷോന്നാണ് തോന്നുന്നു ഓർഡർ ചെയ്തത് ഇങ്ങനത്തെ ഹൂപ്പിൻ്റെ സെറ്റ്. അപ്പോൾ അതിനകത്ത് ഉള്ളതായിട്ട് ചിലതിന് കുറച്ച് സിമിലാരിറ്റീസ് ഉണ്ട് കേട്ടോ. ഇത് എൻ്റെ കയ്യിൽ ഓൾറെഡി ഉള്ളതാണ്. ഈ പേളിൻ്റെ ഇതുപോലത്തെ ഇല്ലെങ്കിലും പക്ഷേ ഏറെ കുറേ ഇതുപോലെ ഉള്ളത് എൻ്റെ ഉള്ളതാണ് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ കുറച്ച് ട്വിസ്റ്റായിട്ട് വരുന്ന സംഭവമാണ് കേട്ടോ, അത് എൻ്റെ ഇല്ല. പിന്നെ ഇതിൻ്റെയും ഒരു ഇത്രയും കൂടി വലുത് എൻ്റെ ഉണ്ട് കേട്ടോ, പക്ഷേ അത് കളർ പോയി. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി വലുത് അതെൻ്റെ ഉണ്ടായിരുന്നു. പിന്നെ ഉള്ളത് ഇതാ ഒരു നോർമൽ വലിയ വീതിയൊന്നും ഇല്ലാത്തൊരു ഹൂപ്പാണ് കേട്ടോ. പിന്നെ ഇതിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു സ്ക്വയർ ഷേപ്പിൽ വരുന്ന ഹൂപ്പാണ് കേട്ടോ. സ്ക്വയർ ഷേപ്പോ ഡയമണ്ട് ഷേപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, എന്നാൽ ഒരു ഫുൾ സ്ക്വയർ ഒന്നും പറയാൻ പറ്റില്ല. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതൊന്നും എൻ്റെ ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ സെറ്റ്. ഇത് 3 കൂടി ഒറ്റ സെറ്റിന് അങ്ങനെ കിട്ടുന്നതാണ് കേട്ടോ. പിന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഈ 3 സെറ്റുകളിലും തന്നെ ചിലതൊക്കെ കുറച്ച് സിമിലറാണ്, ചില വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ ചെറുതായിട്ട് സിമിലറുമാണ്. ഇത് കുറച്ചും കൂടി നേരത്തെ കാണിച്ചതിനെ വേണ്ടി ഇത്തിരി വണ്ണുള്ളൊരു പ്ലെയിൻ ഹൂപ്പാണ് കേട്ടോ. പിന്നെ ഇത് ഇതുപോലെ ട്വിസ്റ്റായിട്ട് വരുന്നൊരു ഹൂപ്പാണ്. പിന്നെ ഇതും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഹൂപ്പാണ് കേട്ടോ ഇത്. പിന്നെ ഇത് പേൾ വരുന്ന ഹൂപ്പാണ്. നേരത്തെ കാണിച്ചത് കുറച്ച് വലുതായിരുന്നു, ഇത് കുറച്ചും കൂടി ചെറുതാണ്. ഇത് കുറച്ചും കൂടി വലിയ ട്വിസ്റ്റുകൾ വരുന്ന ഒരു ഹൂപ്പാണ് കേട്ടോ. പിന്നെ ഇതും വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷേപ്പാണ് വരുന്നത്. ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഹൂപ്പിൻ്റെ സെറ്റാണ് കേട്ടോ. ഇത് എന്താ പറയുക, കുറച്ച് രീതിയിൽ എന്നാൽ പ്ലെയിൻ ആയിട്ട് വരുന്നൊരു ഹൂപ്പാണ്. ഇത് നല്ല എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് ഷേപ്പാണ്. ഈ രണ്ട് സെറ്റും ട്വിസ്റ്റുകൾ വരുന്നതാണ്. ഇതിങ്ങനെ ട്വിസ്റ്റ് വരുന്നതും ഇത് കുറച്ചിങ്ങനെ മടഞ്ഞ പോലെ വരുന്നതും, ഇതും വേറൊരു തരം ട്വിസ്റ്റ് വരുന്നത്, ഇത് വേറൊരു ടൈപ്പ് ഇതുപോലത്തെ പ്ലെയിൻ ആയിട്ടുള്ള കുറച്ച് രീതിയുള്ള അങ്ങനത്തെ ഒരു ഹൂപ്പാണ് കേട്ടോ. എനിക്കങ്ങനെ പറയാൻ ആയിട്ട് അറിയില്ല, പറഞ്ഞാലും അങ്ങനെ മനസ്സിലാവാൻ പറ്റില്ല. കുറച്ചൊക്കെ സിമിലറാണ്, എന്നാൽ കുറേയൊക്കെ ഡിഫറൻസും ഉണ്ട്. അങ്ങനത്തെ ഒരു ഹൂപ്പിൻ്റെ സെറ്റാണ് വരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കണ്ടോ. കമ്മൽ പ്രാന്തുള്ളവർക്ക് തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എപ്പോഴും ഇപ്പോൾ ഓഫീസിലേക്കോ കോളേജിലേക്കോ സ്കൂളിലേക്കൊക്കെ പോകുന്നവർക്ക് ഇതുപോലത്തെ കമ്മലുകൾ കളർ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ, അതായത് കോളേജിലേക്കൊക്കെ യൂണിഫോം അല്ലാണ്ട് കളർ ഡ്രസ്സ് ഇടുന്നവർക്ക് എപ്പോഴും മാറ്റിയിടാൻ പറ്റുന്ന കുറേ ഹൂപ്സ് ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇത് ഒരെണ്ണത്തിൽ 6 എണ്ണം വരുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് 18 പെയർ കമ്മൽ നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട് കേട്ടോ. അടിപൊളി സംഭവമാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എല്ലാം തന്നെ ഡിഫറെൻ്റ് ആണ്, എന്നാൽ ചിലത് മാത്രം 1-2 എണ്ണം, അതായത് ആ ട്വിസ്റ്റ് വരുന്ന ഹൂപ്പ് ഉണ്ടല്ലോ, അതിന് മാത്രം ചെറിയ സിമിലാരിറ്റീസ് ഉണ്ട്. ബാക്കിയൊക്കെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ചേട്ടൻ പറയാം, പക്ഷേ ഇത് വാങ്ങിക്കണ്ടായിരുന്നു, ഒക്കെ ഒരുപോലെ ഉണ്ടല്ലോ കാണാൻ. ആള് കണ്ടപ്പോൾ കുറേ കമ്മൽ തോന്നി. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ വെബ്സൈറ്റിൽ കണ്ടോ, കാണുമ്പോൾ എന്തോറും കമ്മല, കുറേ ഉണ്ട്, 18 ഉണ്ടല്ലോ, പക്ഷെ ഒരുപോലെ ഇല്ല കേട്ടോ, ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ചിലത് മാത്രം ഒരു 1-2 എണ്ണം മാത്രമാണ് ചെറിയ സിമിലാരിറ്റീസ് ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് 12.35 റിയാലാണ് കേട്ടോ. ഇത് 36 പീസ് വരുന്നുണ്ട്, അതായത് 18 പെയറാണ് വരുന്നത്. ലക്ഷറി അലോയ് വിത്ത് സ്റ്റെയിൻലെസ് സ്റ്റീൽ നീഡിൽ, ജോമെട്രിക് വൈഡ് ഫേസ് ആൻഡ് ട്വിസ്റ്റഡ് ഡിസൈൻസ്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. 4.7 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. 5.4K ആൾക്കാരാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ കമ്മലൊക്കെ കഴിഞ്ഞു കേട്ടോ. അത്രയും കമ്മലുകളാണ് ഉള്ളത്. ഇനി ഞാൻ മാലകൾ കാണിച്ചു തരാം. ആദ്യത്തെ മാല ഈ ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ള ഹാർട്ട് ഷേപ്പ് ലോക്കറ്റ് വരുന്ന ഒരു മാലയാണ് കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരു ചെയിൻ ഒരു ഡിഫറെൻറ്റ് ചെയിനാണ് കേട്ടോ. സാധാരണ നമ്മളിതുപോലത്തെ മാലകൾ വാങ്ങിക്കുമ്പോൾ വേറൊരു തരം ഇതാണ് കേട്ടോ. ഈ ഒരു ചെയിൻ മാത്രമായിട്ടാണ് നമുക്ക് കിട്ടാറ്. പക്ഷേ ഇതിനകത്ത് ചെറിയ ഡിസൈൻ കണ്ടോ, ഈ ഒരു റെക്റ്റാങ്കിൾ പോലത്തെ കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഒരു സംഭവം ഇതിനകത്ത് വരുന്നുണ്ട്. ആ ഒരു ഡിസൈൻ ഇതിന് ഭയങ്കര ഭംഗിയാക്കുന്നുണ്ട് കേട്ടോ. നോർമൽ ചെയിൻ അല്ലാണ്ട് കുറച്ചും കൂടി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചെയിനാണ് കേട്ടോ ഇതിൻ്റെ. ഇത് ഗോൾഡൻ ഷെയ്ഡിലാണ് വരുന്നത്. ആൾ വാങ്ങിയതെല്ലാം ഗോൾഡൻ ഷെയ്ഡിൻ്റെ ജ്വല്ലറീസ് ആണ് കേട്ടോ. സിൽവറിൻ്റെ ഒന്നും വാങ്ങിയിട്ടില്ല, ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. ഞാൻ കൂടുതലും ഗോൾഡൻ ഇടാറ്, എനിക്ക് ചേരുന്നത് ഗോൾഡൻ തന്നെയാണ് കേട്ടോ. പക്ഷേ ചില ഡ്രസ്സുകൾക്ക് സിൽവർ ആയിരിക്കും ചേരുക. അപ്പോൾ ചിലതിന് അങ്ങനെ ഗോൾഡൻ ഒരു ഇതായിരിക്കില്ല അതുമ്പോൾ വരിക. ചിലതിന് സിൽവറിൻ്റെ ആ ഒരു
എന്തെങ്കിലും വർക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വരുന്ന ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ, അതിനൊന്നും ഈ ഗോൾഡൻ ചേരില്ല. എന്തായാലും ഇതാണ് അടുത്തൊരു പർച്ചേസ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സിമ്പിളാണ്, ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ. ഇതുപോലുള്ള വട്ടക്കണ്ണി വരുന്നുണ്ട്, നമുക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നല്ല ക്വാളിറ്റിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു മാലയുടെ റേറ്റ് വരുന്നത് 3.49 റിയാലാണ് കേട്ടോ. 4.6 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. 38,000 പേരാണിത് വാങ്ങിയിട്ടുള്ളത്. ഇനി അടുത്തത് വീണ്ടും ഒരു മാല തന്നെയാണ്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ചെയിൻ വന്നിട്ട് ഒരു ലോക്കറ്റ് വരുന്ന ഒരു മാലയാണ് കേട്ടോ. ഇത് ഈ ലോക്കറ്റിന് ചെറിയൊരു പ്രശ്നമുണ്ട്, എന്തോ ഒരു കളർ പോയ പോലെ ഉണ്ട് കേട്ടോ. കളർ പോയല്ല, ആ ഒരു കണ്ടോ, ഒരു വെള്ള കളർ ഇതിനകത്ത് കാണുന്നുണ്ടോ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എന്താ സംഭവം എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എന്തോ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോക്കറ്റിൻ്റെ ഈ ഭാഗം വേണമെങ്കിലും ഇടാം കേട്ടോ, തിരിച്ച് വേണമെങ്കിൽ അങ്ങനെയും ഇടാം. കണ്ടോ, ഇങ്ങനെ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇതും ഭംഗിയുള്ള ലോക്കറ്റ് തന്നെയാണ്, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഇടണമെങ്കിലും ഇടാം, പക്ഷേ എന്തോ ഒരു കളറിനൊരു വ്യത്യാസമുണ്ട്. ഇതിൻ്റെ ചെയിനും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ് കേട്ടോ. ഇതും വലിയ കുഴപ്പമില്ല, എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇതിൻ്റെ ഈ ഒരു വെബ്സൈറ്റിൽ കാണുന്നത് കണ്ടോ, ഒരു ബ്ലാക്ക് നല്ല ഡാർക്കായിട്ടുള്ളൊരു ഷെയ്ഡാണ് വെബ്സൈറ്റിൽ കാണുന്നത്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ കണ്ടോ ഒരു ഗ്രേ പോലെയാണ് കാണുന്നത്. അതും കുറച്ച് ഫെയ്ഡായിട്ടുണ്ട് കേട്ടോ ഒരു സംഭവം. അത് എന്ത് പറ്റി എന്നെനിക്കങ്ങനെ അറിയണില്ല. എന്തായാലും ഒരു മിനിറ്റ്, ഞാനെന്താ മന്ദബുദ്ധിയാണോ? ഇതൊരു പ്ലാസ്റ്റിക് ഷീറ്റാണ് കേട്ടോ, ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് ഷീറ്റ് നമുക്കിത് ഇങ്ങനെ മാറ്റാം. അയ്യോ, ഞാനിത് ഇത്ര നാളായിട്ടും കണ്ടിട്ടുണ്ടായില്ല, ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല കേട്ടോ. കണ്ടോ, ഈ ഒരു ഷീറ്റ് മാറ്റിയപ്പോൾ കറക്റ്റ് നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ. ഓ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. വെറുതെ ശ്രദ്ധിക്കാണ്ട് ഇത് കുറ്റം പറഞ്ഞു. പാവി മാലേനെ, ഇത്രയും നല്ല മാലേനെ ഞാൻ കുറ്റം പറഞ്ഞു. കണ്ടോ എന്ത് ഭംഗിയല്ലേ, നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല കേട്ടോ. ചേട്ടനും പറഞ്ഞിരുന്നത് എന്താ കളർ പോയ പോലെ ഇരിക്കുന്നത്, ബ്ലാക്ക് ആണല്ലോ ഫോട്ടോയിൽ കണ്ടത്, ബ്ലാക്കാണ് ഞാൻ ഓർഡർ ചെയ്തത്, പിന്നെ എന്താണ് ഇങ്ങനെ ഇരിക്കണമെന്നൊക്കെ അന്ന് ഞങ്ങൾ സംസാരിച്ചു വിട്ടത്. ഒരു മാസം മുന്നത്തെ കാര്യം പറയണത്. ഞാൻ ഇത് വാങ്ങിയിട്ട് ഞാൻ ഒരു 3-4 കമ്പനികൾ യൂസ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ എടുത്ത് വെച്ചേക്കായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു മാല അന്ന് കണ്ടിട്ട് പിന്നെ ഇന്ന് ഞാൻ ഈ ഒരു കവറിലെല്ലാം ഇട്ട് വെച്ചിട്ട് കവർ ഇന്നാണ് ഞാൻ തുറക്കണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നാളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. അടിപൊളി മാലയാണ്. മാലയുടെ റേറ്റ് 4.03 റിയാലാണ് കേട്ടോ. ഒരു 90 രൂപ അത്രയൊക്കെ തന്നെ വരുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ആ ഹൂപ്പിൻ്റെ സെറ്റ് ഒഴിച്ച് ബാക്കി എല്ലാം തന്നെ ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു. 100 രൂപയ്ക്ക് താഴെയാണ് എല്ലാത്തിൻ്റെയും റേറ്റ് വരുന്നത്. രൂപ കണക്ക് നോക്കണ്ട, നമുക്ക് റിയാൽ കണക്ക് നോക്കാം എന്ന് ഞാൻ എന്നോട് തന്നെ പറയാണ്. എനിക്ക് ഇത്തിരി കൂടുതലാണ് കേട്ടോ ഒരു റിയാലിനെ രൂപയിലേക്ക് ആക്കൽ. അപ്പോൾ അതൊക്കെ ശരിയായിക്കോളും. നെക്സ്റ്റ് പ്രോഡക്റ്റ് വരുന്നത് ഒരു ബാങ്കിളിൻ്റെയും റിങ്ങിൻ്റെയും സെറ്റാണ് കേട്ടോ. ഇതാണ് സംഭവം. ഒരു പ്രത്യേകതരം ഒരു ബാങ്കിളാണ് കേട്ടോ. പണ്ട് നമ്മൾ ബാലരമയിൽ വഴി കാണിക്കില്ലേ, ഇങ്ങനെയൊക്കെ പോയിട്ട് അത് ഓർമ്മ വരുന്നത് കാണുമ്പോൾ. ഇതാണ് ബാങ്കിൾ, നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ റിങ് വരുന്നത്. ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കാം. കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ബാങ്കിളിന് ഭയങ്കര വലിപ്പമുണ്ട്, പക്ഷെ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നമ്മുടെ കൈയുടെ വണ്ണത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 4.02 റിയാലാണ് കേട്ടോ. നമ്മൾ വാങ്ങിയത് ഗോൾഡൻ ഷെയ്ഡാണ്. വേറെ സിൽവർ ഷെയ്ഡിലും ഇത് അവൈലബിൾ ആണ്. ബാങ്കിൾ, കഫ് ആൻഡ് റിംഗ് ആസ് 1 സെറ്റ് ജ്വല്ലറി ആക്സസറി ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. 45,000 ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. 4.7 സ്റ്റാർ റേറ്റിംഗും വരുന്നുണ്ട്. എന്തായാലും അടിപൊളി പർച്ചേസ് ആയിരുന്നു ഇതും. ഇനി നെക്സ്റ്റ് വാങ്ങിയിട്ടുള്ളത് ഈ ഒരു സെറ്റിനകത്ത് നമുക്ക് മാല വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. മാല ഞാൻ ഓൾറെഡി യൂസ് ചെയ്ത് ചുരുട്ടിക്കൂട്ടി വെച്ചേക്കാണ്. മാലയുണ്ട്, പിന്നെ ഒരു കൈ ചെയിൻ വരുന്നുണ്ട്, പിന്നെ ഒരു റിങ്ങും വരുന്നുണ്ട്. ഫിംഗർ റിങ്ങാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു മാല. ഒരു നോർമൽ ഒരു ചെയിൻ വന്നിട്ട് ഇതാ ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ലോക്കറ്റാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു ലോക്കറ്റാണ് ഇതിൻ്റെ മാല നല്ല ലെങ്ത്തുള്ള മാലയാണ്. ഇവിടെ പിരിഞ്ഞുകൂടിയിരിക്കുകയാണ്, ഞാൻ പറഞ്ഞോളൂ, ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് ഇനി ശരിയാക്കണം. കണ്ടോ, അത്യാവശ്യം നമുക്ക് നല്ല നീളത്തിലും അതല്ല കുറച്ച് കയറി നിൽക്കുന്ന രീതിയിലാണെങ്കിൽ അങ്ങനെയും ഇടാൻ പറ്റുന്ന ഒരു മാലയാണ് കേട്ടോ. ഇതേ സെയിം തന്നെ ഒരു കൈ ചെയിൻ വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് കൈ ചെയിൻ. ഇനി ഇതിൻ്റെ തന്നെ സെയിം ആ ലോക്കറ്റിന് സിമിലർ ആയിട്ടുള്ള ഒരു ഫിംഗർ റിങ്ങും വരുന്നുണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് ഈ ഒരു സെറ്റിൽ വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 5.45 റിയാലാണ് കേട്ടോ.
ഷെയ്ഡ് ഗോൾഡൻ ഷെയ്ഡ് തന്നെയാണ്. ഇത് 1 പീസ് എലഗൻറ്റ് ട്വിസ്റ്റഡ് ഫ്ലവർ റിംഗ് നെക്ലസ് ആൻഡ് ബ്രേസ്ലെറ്റ് സെറ്റ് ഫോർ വിമൻ. 1.9K ആൾക്കാർ വാങ്ങിയിട്ടുണ്ട്. 4.7 റേറ്റിംഗ് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് സംഭവം. ഇതും എന്തായാലും അടിപൊളി ഒരു പർച്ചേസ് ആയിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ജ്വല്ലറീസാണ് നമ്മളല്ല എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് ടെമൂന്ന് വാങ്ങി വെച്ചത് കേട്ടോ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ആള് വിചാരിച്ചു ഇത്രയൊക്കെ ജ്വല്ലറീസ് വാങ്ങിയതാണല്ലോ, അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കണ്ടേ ഇത് കരുതി ഓർഡർ ചെയ്തതാണ് ഈ ഒരു സംഭവം. ഇതിൻ്റെ കാര്യം ഭയങ്കര കോമഡിയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ ആള് അത്യാവശ്യം വലിപ്പം ഉണ്ടാവുന്നതാണ് വിചാരിച്ചത് കേട്ടോ. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഞാൻ മുമ്പ് മീഷോന്ന് വാങ്ങിയിട്ടൊരു സംഭവം, അതായത് എൻ്റെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ എൻ്റെ മേക്കപ്പ് സ്റ്റോറേജിൻ്റെ ആ ഒരു സംഭവം, ആ തട്ട് വരുന്ന ആ ഒരു ഡ്രോയർ ഉണ്ടല്ലോ, അതിൻ്റെ മീതെയായിട്ട് ഞാനൊരു സംഭവം വാങ്ങി വെച്ചിട്ടുണ്ട്. അതായത് ബ്രഷസും പെട്ടെന്ന് ആവശ്യമുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞൊരു സംഭവം, ഒരു ഓർഗനൈസർ മീഷോന്ന് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ആ ഒരു വലിപ്പം പ്രതീക്ഷിച്ചിരുന്നു കേട്ടോ. അതായത് ഏകദേശം ഒരു ഇത്രയെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വന്നു കഴിഞ്ഞപ്പോൾ നോക്കി എൻ്റെ ഒരു കൈപ്പത്തിയുടെ വലിപ്പം പോലും ഇല്ല, അത്രയ്ക്ക് കുഞ്ഞിതാണ് കേട്ടോ. പക്ഷെ എന്നാലും നമുക്ക് കുട്ടി കുട്ടി കമ്മലുകൾ കിട്ടു വയ്ക്കാം. ഇതിനകത്ത് 3 ഡ്രോയർ വരുന്നുണ്ട് കണ്ടോ. ഇങ്ങനെ 3 ഡ്രോയേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം കമ്മലുകളോ അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു മോതിരങ്ങളോ അല്ലെങ്കിൽ ഹെയർ ടൈസോ അങ്ങനത്തെ സംഭവങ്ങൾ കിട്ടും കേട്ടോ. ഭയങ്കര കുഞ്ഞിതാണ്, എന്നാലും ഇതുപോലത്തെ കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ ഇതിനകത്ത് കൊള്ളും. ഇതിൻ്റെ റേറ്റ് 17.86 റിയാലാണ് കേട്ടോ. അതായത് ഏകദേശം ഒരു 400 രൂപയൊക്കെ വരും. 400-ന് മീതെ വരും തോന്നും, എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഇത് കുറച്ച് നഷ്ടമായി പോയി. കാരണം മീഷോന്ന് ഞാൻ അത്ര വലിയൊരു സ്റ്റോറേജ് ബോക്സ് വാങ്ങിയത്, സ്റ്റോറേജ് ബോക്സ് അല്ല, ആ ഒരു സ്റ്റോറേജ് ബോക്സിൻ്റെ മുകളിൽ വെച്ച ആ ഒരു സംഭവം ഞാൻ വാങ്ങിയത് എത്രയായിരുന്നു, ഒരു 200 രൂപയൊക്കെ ഉണ്ടാവുള്ളൂ. അത്രയും വലുതിന്. ഇത് ഇത്രയും കുട്ടി സാധനത്തിന് ഇത്രയും രൂപയായി. പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക്കാണ്. അതായത് നല്ല കട്ടിയുണ്ട് ഇതിന്. എന്തായാലും ഇത് കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട്. എനിക്ക് ലുക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ സംഭവം ഭയങ്കര കുഞ്ഞിതായിപ്പോൾ. പക്ഷേ കുഴപ്പമില്ല. ഇത് 5.1K ആൾക്കാരാണ് വാങ്ങിയിട്ടുള്ളത്. 4.8 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു സ്റ്റോറേജ് ബോക്സിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഈ തവണ ടെമൂന്ന് വാങ്ങിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഹോൾ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് എനിക്കറിയില്ല ടെമൂന്ന് ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന്. പറ്റുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ എല്ലാത്തിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ സൈഡിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പേര് വെച്ച് സെർച്ച് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.